എഞ്ചിൻ ഓയിലിൻ്റെ ഒരു ലോങ് ടേം ഓണർഷിപ്പ് റിവ്യൂ ആണ് ചെയ്യുന്നത്. നമ്മൾ കാസ്ട്രോളിൻ്റെ പവർ ഓൺ അൾട്ടിമേറ്റ് ആണ് കുറച്ച് തവണയായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ട് മാറി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ മോട്ടോളായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കോമൺ ആയിട്ട് KTMൻ്റെ ഷോറൂമുകളിലും അതുപോലെ തന്നെ കൂടുതലായിട്ട് ആൾക്കാരെല്ലാം പണ്ട് ആ ഒരു ബൈക്ക് ഇറങ്ങിയ സമയങ്ങളിലെല്ലാം സജസ്റ്റ് ചെയ്യുന്ന ഓയിലായിരുന്നു നമ്മുടെ മോട്ടോൾ 7100 സ്പെഷ്യലി. അപ്പോൾ അതിൽ നിന്ന് മാറി അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓയിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടിപ്പോൾ കിട്ടിയ ഒരു ഓയിലായിരുന്നു കാസ്ട്രോൾ പവർ ഓൺ അൾട്ടിമേറ്റ്. അത് ഫുൾ സിന്തറ്റിക് ഓയിലാണ്. 10W50 ആണ് ഞാൻ ഗ്രേഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു 3-4 വർഷത്തിന് മുകളിലായിട്ട് ഇതേ സെയിം ഓയിൽ തന്നെയാണ് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഓയിൽ ചേഞ്ചിങ്ങിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ലോങ് ടേം ഓണർഷിപ്പ് റിവ്യൂ അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഫീഡ്ബാക്കുകളൊക്കെ ഈ ഓയിലിൽ നിന്ന് കിട്ടിയിട്ടുള്ളതെന്നുള്ള ഒരു കാര്യത്തിനെക്കുറിച്ചൊന്നും ഞാൻ നേരത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ നാളുകളായിട്ട് യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീഡ്ബാക്കൊക്കെ ഒന്ന് മനസ്സിലായി കുറച്ച് നാളായിട്ട് എന്തൊക്കെയുണ്ട്, ഗുണങ്ങൾ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാനുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതാണ് നമ്മൾ ഓയിൽ ഇപ്പോൾ ചേഞ്ച് ചെയ്തത്. ഓൾമോസ്റ്റ് 6000 കിലോമീറ്റർ അടുത്തായി. കാര്യം ഇത് നമ്മുടെ ഡെയിലി യൂസ് ബൈക്ക് അല്ലാത്തതുകൊണ്ട് എപ്പോഴും എന്താ പറയുന്നത് ഇതിന് കൂടുതൽ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഓയിലിലോട്ട് മാറാനുള്ള ഒരു മെയിൻ കാരണം കൂടെ അത് തന്നെയാണ്. കാര്യം ഇത് ട്രയംബിലൊക്കെ നമ്മുടെ എഞ്ചിനിൽ യൂസ് ചെയ്യുന്നത് 16,000 കിലോമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ 1 ഇയറിലാണ് ഇതിൻ്റെ ഓയിൽ റീപ്ലേസിങ് ടൈം പീരീഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരും സെയിം എക്സാക്റ്റ് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടുകൂടാണ് ഞാൻ ഇതിലേക്ക് മാറിയത്. പക്ഷേ എന്നാലും 1 വർഷത്തേക്കൊന്ന് റീപ്ലേസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. കാര്യം KTMൻ്റെ ഓയിൽ ചേഞ്ച് ഇൻ്റർവൽ ഡിഫറൻ്റ് ആണ്. 4 months 7,500 7,500 വേണ്ട 5,000 കിലോമീറ്റർ എന്ന് വെച്ചാൽ മതി. കളറിൽ ഭയങ്കരമായിട്ടൊരു ഡെപ്പോസിറ്റ് ഒന്നും ഈ ഓയിലിൽ ഉള്ളതായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം ആ ഒരു സെയിം ഫീലൊക്കെ തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ വിസ്കോസിറ്റി കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കാൻ ആധികാരികമായിട്ട് നമുക്കിപ്പോൾ പറ്റത്തില്ല. പക്ഷേ എന്നാലും കാഴ്ചയിൽ അല്ലെങ്കിൽ ആ ഓയിലിൻ്റെ ഒരു ക്വാളിറ്റിയുടെ ഒരു ഫീലിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ നമ്മുടെ KTMൻ്റെ മോട്ടോൾ എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്താലുള്ള മെയിൻ ഒരു പ്രശ്നമാണ് ഈ ഓയിൽ ഇൻസ്പെക്ഷൻ ഗ്ലാസ്സിൽ ഭയങ്കരമായിട്ട് ബ്ലാക്ക് കളർ വരിക. പക്ഷേ നമ്മുടെ ഈ ഒരു ഓയിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു. ഫ്ലഷ് ഞാൻ കോമൺ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഒരു 3 ഓയിൽ ചേഞ്ച് ഇൻ്റർവെൽ അല്ലെങ്കിൽ 4 ഓയിൽ ചേഞ്ച് ഇൻ്റർവെല്ലിനിടയ്ക്കായിട്ടൊക്കെ ആയിരിക്കും ഫ്ലഷ് യൂസ് ചെയ്യുന്നത്. അപ്പം എന്നാൽ പോലും ഇത് ബ്ലാക്ക് കളറൊന്നും ആയിട്ടില്ല. ഇതിലും പുതിയ ബൈക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഉള്ളത് ഇപ്പോൾ നല്ല ബ്ലാക്ക് കളറായ ഒരു ഫീലുണ്ട്. മോട്ടോളാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് ഒരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നി ഈ ഒരു എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്തപ്പോൾ. പിന്നെന്ന് വെച്ചാൽ ഈ ഓയിലിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ ഈ ഒരു 6000 കിലോമീറ്ററിലായി നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടും ഓൾമോസ്റ്റ് 6 months പ്ലസ് ആയിട്ടുണ്ട് ഓയിൽ മാറിയിട്ട്. എന്നിട്ട് പോലും വലിയൊരു എന്താ പറയുന്നത് ബ്ലാക്ക് ഡെപ്പോസിറ്റ് ഒന്നും ഈ ഒരു ഓയിലിൻ്റെ ആ ഒരു കളറിലോ അല്ലെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു സ്ലെഡ്ജ് ഡെപ്പോസിറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഓയിലിന് വളരെ നോർമലായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഓൾമോസ്റ്റ് 10 ഇയറോളം ആകുന്നു ഈ ബൈക്ക്. 2015 ലാസ്റ്റ് ബൈക്കാണ്. അപ്പോൾ നമ്മുടെ ബൈക്ക് എന്നാൽ പോലും അത്യാവശ്യം ക്ലീനായിട്ട് വലിയ എഞ്ചിൻ നോയ്സ് ഒന്നും കൂടാതെ ഇതുവരെ എഞ്ചിൻ പാർട്സുകളോ മറ്റു കാര്യങ്ങളൊന്നും 50,000+ മാറേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പറായിട്ട് ഓയിലൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു റാഷ് ഫീൽ എനിക്ക് എഞ്ചിൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഹീറ്റ് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പവർ ഓണിലേക്ക് മാറിയപ്പോൾ ഒരുപാട് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു പുതിയ എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്ത അതേ ഫീൽ തന്നെയാണ് നമുക്ക് ഒരു 5,000 കിലോമീറ്റർ മുകളിൽ നമുക്ക് ഈ ഒരു എഞ്ചിൻ ഓയിലിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്. അതിപ്പോൾ എഞ്ചിൻ്റെ നോയ്സ് ഉള്ള വ്യത്യാസങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് ഇത്രയും നാളുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വളരെ സ്മൂത്ത് റിഫൈൻഡ് ഒരു ഫീൽ തന്നെയാണ് ഈ എഞ്ചിൻ ഓയിൽ നമുക്ക് തരുന്നത്. KTM, ഹസ്ക്വാർണ അതുപോലുള്ള ബൈക്കുകൾ, ഇപ്പോൾ ട്രയംബ് അങ്ങനെയുള്ള മറ്റെല്ലാ ബൈക്കുകളിലും എനിക്ക് തോന്നുന്നത് അത്യാവശ്യം അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എഞ്ചിൻ ഓയിലാണ് കാസ്ട്രോൾ പവർ ഓൺ അൾട്ടിമേറ്റ് എന്ന് തോന്നുന്നു. എൻ്റെ ഇത്രയും നാളത്തെ യൂസേജിന് ശേഷമാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാര്യം ഇത്രയും നാളെ അതിനിടയ്ക്കൊക്കെ മറ്റു ഓയിലുകൾ ബാക്കി ബൈക്കുകളിലൊക്കെ മോട്ടോളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ പോലും ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കി എന്താണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നുകൂടെ അറിയാൻ വേണ്ടിയാണ്. ക്ലച്ചിൻ്റെ യൂസേജിലാണെങ്കിലും ഇപ്പം എന്താ പറയുന്നത് കുറച്ചുകൂടെ ഒരു സ്മൂത്ത് ഫീലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് മോട്ടോളിനേക്കാളും കൂടുതലായിട്ട് കിട്ടി. ശരിക്കും എഞ്ചിൻ്റെ ഒരു സ്മൂത്ത്നെസ്സാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 6000 കിലോമീറ്റർ ആയാൽ പോലും നമുക്ക് എഞ്ചിൻ ഓയിൽ ഒരു പഴകിയ ഒരു ഫീല് തോന്നുന്നില്ല. പക്ഷേ മോട്ടോളാണെങ്കിൽ നേരെ മറിച്ചാണ്. ഒരു 3000+ 4000 കിലോമീറ്ററിനുള്ളിൽ തന്നെ ആ ഓയിലൊക്കെ ഒന്ന് കറക്കും. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് മോട്ടോളിൽ നിന്നോ മറ്റു ബ്രാൻഡുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാസ്ട്രോൾ പവർ ഓൺ അൾട്ടിമേറ്റ് യൂസ് ചെയ്യാം. ഞാൻ KTM RC200ലും 390ലും എല്ലാം ഉറപ്പായിട്ടും ഇത് സജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ലിക്വിമോളിയുമായിട്ടൊക്കെ കമ്പയർ ചെയ്താൽ അത്രയും പ്രൈസിയും അല്ല. മോട്ടോളിൻ്റെ പ്രൈസുമായിട്ടൊക്കെ തന്നെ നമുക്ക് കമ്പയർ ചെയ്ത് വാങ്ങിക്കാൻ പറ്റിയൊരു ഓയിലുമാണ്. 1.5 ലിറ്റർ എഞ്ചിൻ ഓയിൽ പാക്ക് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് KTM RC200 ആണെങ്കിലും ഡ്യൂക്ക് 200 ആണെങ്കിലും ഈസി ആയിട്ട്
ഇത് ഒരൊറ്റ ബോട്ടിലിൻ്റെ ആവശ്യമേ കാണത്തുള്ളൂ. ഇപ്പോൾ 390 ആണെങ്കിൽ 1.8 ലിറ്ററാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് ഒരു 1.5ൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ 1ൻ്റെ 2 ബോട്ടിലായിട്ട് വാങ്ങേണ്ടി വരും. കാര്യം അതിൻ്റേതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള സ്പെസിഫിക്കേഷനിൽ വരുന്ന ഓയിൽ കപ്പാസിറ്റി ഉള്ള ക്യാനുകൾ അവൈലബിൾ അല്ല. അത് കോമൺ ആയിട്ട് അങ്ങനെയുള്ള അവൈലബിലിറ്റി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ മറ്റ് ഓയിലുകളൊന്നും കൊടുക്കുന്നില്ല. മോട്ടോറിലാണെങ്കിലും 1.5, ഇതാണെങ്കിലും 1.5 അല്ലെങ്കിൽ 1 ലിറ്റർ. ഇതാണിപ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ ആ ലെവൽ വന്നിരിക്കുന്നത്. വളരെ ക്ലീൻ ആൻഡ് ക്ലിയറാണ് നോക്കിയാൽ. നമുക്ക് ബൈക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാനത് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയില്ല. കോമൺ ആയിട്ട് ഏത് സമയത്ത് എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്യാലും ആ സമയത്ത് തന്നെ ഓയിൽ ഫിൽറ്ററും മസ്റ്റായിട്ട് റീപ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ഓറിങ്ങുകളും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് തന്നെ മാറുക. എവറി ഓയിൽ ചേഞ്ചിനും ഈ ഓറിങ്ങുകൾ റീപ്ലേസ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ചേക്കുക.